ഈവൻ ചെറിയ നുള്ളു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ചെറിയ കമ്പുണ്ടല്ലോ, ചെറിയ കഠിനമില്ലാത്ത കമ്പിട്ടടിക്കുന്നത് കണ്ടിട്ട്. അപ്പോഴൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. നീ അവളുടെ ആളുകൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ പറയും, ഞാനും ഉമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവളെല്ല കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടുകാരായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അവർ ഏറ്റെടുക്കാമെന്നും പറഞ്ഞായിരുന്നു. പിന്നീട് അത് കൊടുത്തില്ല. എന്ത് കാരണമെന്ന് ഞങ്ങൾക്കറിയില്ല. ആദ്യ ഭാര്യയ്ക്ക് ഇങ്ങനെ അടിക്കും എന്നുള്ളത് എനിക്കറിയില്ല. അതിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളവിടെ പോവാറില്ല. നെടുമ്പങ്ങാട്ടെ 1.5 വയസ്സുകാരൻ്റെ മരണത്തിൽ പ്രതി അഷ്കറിൻ്റെ കുടുംബമാണ് നമുക്കൊപ്പമുള്ളത്. അഷ്കറിൻ്റെ ഉമ്മയും സഹോദരിയുമാണ് നമുക്കൊപ്പമുള്ളത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം മുതൽ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. എന്താണ് അന്ന് അവിടെ സംഭവിച്ചത്? അഷ്കർ നേരത്തെ തന്നെ കുട്ടിയുമായിട്ട് 91 മുറിവുകളാണ് ഈ കുട്ടിയുടെ ദേഹത്തുള്ളത്. അപ്പോൾ കുട്ടിയെ മർദ്ദിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ ആ സമയം വീട്ടിലുണ്ടായിരുന്നു? ഇല്ല, ഞങ്ങളുള്ള സമയത്തൊന്നും ഒരുപാട് മർദ്ദനങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ രാവിലെ അവിടെ പെട്ടെന്നൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാട്ടോ, ക്ഷമിക്കണം. ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഞാൻ ജോലിക്ക് പോകുന്ന വ്യക്തിയാണ്, ചരുവിള ബേക്കറിയിലാണ്. അപ്പോൾ അവിടെ രാവിലെ ഇറങ്ങിപ്പോയാൽ ഞാൻ രാത്രിയാണ്. ചില ദിവസങ്ങളിൽ 9 മണിയും അല്ലെങ്കിൽ 8:30, 8 മണി കഴിയും. എന്തായാലും 8 മണി, എത്ര തിരക്കില്ലെങ്കിലും 8 മണി കഴിഞ്ഞാണ് വീട്ടിലെത്തുന്നത്. വരുമ്പോൾ കുട്ടി ചിലപ്പോൾ ഉറക്കമായിരിക്കും. ഇപ്പോൾ കുട്ടിയെ കാണാനുള്ള ഇതില്ല, ലൈറ്റ് പോലും ഇല്ല ആ റൂമിൽ. അപ്പോഴും ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട്, മോനെ നോക്കിയിട്ട് തിരിച്ച് പോയി ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കാറാണ്. അപ്പോൾ അതിനുള്ള ഈ മുറിവും കാര്യങ്ങളൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. രാവിലെ പോകുന്ന സമയത്തും കതക് അടച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോഴും കുട്ടിയെ കാണാൻ എനിക്ക് കഴിയില്ല. വല്ലപ്പോഴും ലീവ് കിട്ടുന്ന സമയത്ത് ഇവരവിടെ കൂടുതലായിട്ട് ഉണ്ടാവാറില്ല. ഇവർ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ അവിടെ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം, ഇവരെപ്പോഴും കറക്കം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ മോനെ എൻ്റെ സഹോദരനും ഇവളും തന്നെയാണ് എപ്പോഴും കൊണ്ട് നടക്കാറുള്ളത്. കുട്ടിയെ ഞങ്ങൾ വല്ലപ്പോഴും ഇങ്ങനെ കാണുന്നു എന്നുള്ളതല്ലാതെ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്കറിയില്ല. ഈ സംഭവം നടന്ന ശേഷം വീട് വൃത്തിയാക്കി അത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണെന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. എന്താണ് അതിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ രാവിലെ കടയിൽ പോയതിന് ശേഷം അൻസർ എന്ന് പറയുന്ന വ്യക്തി വന്ന് എൻ്റെ നിന്ന കടയിൽ വന്ന് പറഞ്ഞിട്ട്, എടാ നീ വരുന്നില്ലേ, കൊച്ചിന് ഇതേപോലെ ശ്വാസമൊന്നും കിട്ടുന്നില്ല, മറിയ ഹോസ്പിറ്റലാണ്, നീ വരുന്നുണ്ട്, ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ കൂടെയാണ് ഞാൻ മറിയ ഹോസ്പിറ്റലിലേക്ക് ഒരു 5 മണിയോട് കൂടി, കൃത്യമായിട്ട് സമയം അത് CCTV കടയിൽ നോക്കിയാൽ അറിയാം, കൃത്യമായിട്ട് അറിയില്ല, 5 മണിയോട് കൂടിയായിട്ടാണ് ഞാൻ മറിയ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് ഞാൻ ഓടി അകത്ത് നിന്ന് നോക്കിയപ്പോൾ എനിക്ക് കണ്ട കാഴ്ചയിൽ എനിക്ക് ഇപ്പോഴും കണ്ണിൽ സഹിക്കാൻ പറ്റാത്ത, കുട്ടിയെ തുണിയൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ കിടന്ന് അവരൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പിതുക്കുക, അടിക്കുക, കുത്തുക, എന്തൊക്കെയോ ചെയ്യുന്നു. കുട്ടിക്ക് ഒരു ബോധമില്ലാതെ ഒരു അവസ്ഥയിലാണ് കിടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഷോക്കിൽ തന്നെ അവരെന്ത് പറയുന്നു എന്താണെന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല. മരവിച്ചൊരവസ്ഥയിൽ അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞ് കുറേ അരമണിക്കൂറോളം മറിയ ഹോസ്പിറ്റലിൽ ഈ കുട്ടിയെ അങ്ങനെ ഇട്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് ആംബുലൻസിൽ എടുത്തോ എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവ് തന്നെയാണ് ആംബുലൻസ് ഓടിച്ചിരുന്നത്. അന്നേരം സ്ഥിരമായിട്ട് ഇവിടെ ഉള്ള ആളെല്ലാം മലപ്പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്, വരുമ്പോഴൊക്കെ ആംബുലൻസിൽ പോകാറുണ്ട്. അങ്ങനെ അയാൾ വണ്ടി എടുത്തപ്പം എന്നെ കൂടെ വിളിച്ച് കയറ്റി എൻ്റെ കയ്യിൽ കുട്ടിയെ തന്നു. ഞാൻ കൊണ്ടുപോയി എന്നൊരു തെറ്റല്ലാതെ ഞാൻ ആ കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല. വരുന്നത് അവിടെ നിന്ന് മോർച്ചറിയിലാക്കിയതിന് ശേഷം മോർച്ചറിയിൽ നിന്ന് സ്റ്റേഷനുണ്ടല്ലോ, മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ട് മോർച്ചറിയിൽ കൊണ്ടാക്കിയ വണ്ടി അങ്ങ് പോയായിരുന്നു. അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനും അവിടെ എങ്ങനെ പോയി നിന്നു. സ്റ്റേഷനകത്ത് പോയി അകത്തോ പോയില്ല, വെളിയിൽ പോയി ഇങ്ങനെ ചാരി ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് ഒരു മേഡവും ഒരു പോലീസുകാരും വന്ന് എന്തിനാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് മറുപടി പറയാൻ പോലും അറിയില്ല. ഞാൻ പറഞ്ഞു കുട്ടി മരിച്ചതിൻ്റെയാണ്. അപ്പോൾ ഏത് കുട്ടി എന്താ അവർക്കറിയില്ലല്ലോ, ഏത് കുട്ടി. ഞാൻ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ മോർച്ചിലാക്കിയിട്ട് അവർ കൊണ്ടാക്കി, ആരും കൊണ്ടാക്കി. അപ്പോൾ എനിക്ക് മറുപടി പറയാം. ഞാൻ അങ്ങനെ ലാസ്റ്റ് സഹോദരൻ മുറ്റത്ത് നിൽക്കുന്നുണ്ടോ, ഞാൻ അവനെ കാണിച്ചിട്ട് അവൻ്റെ കൂടെ വന്നതാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇതേപോലെ എൻ്റെ കുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം ഞങ്ങളുടെ അടുത്തും അങ്ങനെ തന്നെ പറഞ്ഞത്, തൊണ്ടയിൽ ഭക്ഷണം പോയിട്ട് അങ്ങനെയല്ല, ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു, പെട്ടെന്ന് ഛർദ്ദിച്ചു, മൂക്കിലും വായിക്കൂടെയൊക്കെ ഭക്ഷണങ്ങൾ വന്നു, ഞാൻ മൂക്കിൽ ഉറിഞ്ചി കളഞ്ഞു, വായിൽ നിന്ന് കൈ കൊണ്ട് തോണ്ടിക്കളഞ്ഞു, എന്നിട്ട് അനക്കമില്ലാതെ ആയപ്പം അളിയനെ വിളിച്ചു, അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നാണ് എൻ്റെ അടുത്തും പറഞ്ഞത്. അവരിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു, അവൻ പറഞ്ഞതിന് ശേഷം അപ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഇവിടെ അവർ പറഞ്ഞറിയിച്ചിട്ട് പോയില്ല, നിങ്ങൾ പൊക്കോളൂ, നെടുമങ്ങാട് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാൽ എന്ന് പറഞ്ഞു. കുറച്ച് നേരം അവിടെ നിന്ന് അവൻ ആരൊക്കെയോ വിളിച്ചു, ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല, അതിനുള്ള മാനസികാവസ്ഥയല്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നടന്നു പോകണം, ആട്ടോ വിളിക്കണമെന്നിട്ട്
ഞാൻ പറഞ്ഞു നടന്ന് പോവാം. ഞാൻ അങ്ങ് കൈ കാണിച്ചു, നടന്ന് പോകുന്ന പറഞ്ഞില്ല, ഇങ്ങനെ കൈ കാണിച്ചു. ഞാനിങ്ങനെ പോയി, അവൻ്റെ കൂടെ വന്നു. അവിടെ റോഡിലൊക്കെ ഇവൻ എന്നെ ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഞാനും കൂടെ അങ്ങ് പോയി. അത്ര തന്നെ, ബോധമൊന്നും ഉണ്ടായില്ല, കൂടെ അങ്ങ് പോയി. ഒരു കുട്ടിയല്ലേ, അവൾ കണ്ട് കുറച്ച് നാളല്ലെങ്കിലും നല്ല പരിചയം, എൻ്റെ അടുത്ത് വലിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ കുട്ടി അഷ്റഫ് അടിക്കാറുണ്ട് എന്ന് പറയുന്നത് ഈ 91 മുറിവുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ല? കുട്ടിയെ കൂടുതലായിട്ട് അങ്ങനെ അടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഒന്നിച്ചല്ലായിരുന്നു നിങ്ങൾ 3 പേരും ഒന്നിച്ചായിരുന്നില്ല ആ നെല്ലിക്കുന്ന് എന്നുള്ള സ്ഥലത്ത്? ആ വാടക വീട്ടിൽ നിങ്ങൾ ഒന്നിച്ചല്ലായിരുന്നു താമസം? അതെ, ഇവൻ ചെറിയ നുള്ളു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ചെറിയ കമ്പുണ്ടല്ലോ, ചെറിയ കണ്ണമില്ലാത്ത കമ്പിട്ടടിക്കുന്നത് കണ്ടിട്ട്. അപ്പോഴൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഇവനെ. ചെറിയ കമ്പിട്ടടിക്കുമ്പോൾ എങ്ങനെയാണ് 91 മുറിവും? അത് വലിയ ആ മുറിവിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല. ഇതേ കണ്ട കാര്യമല്ലേ ഞങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ. വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്യരുത്, കുഞ്ഞു കുട്ടിയാണ്, നീ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായം അവനില്ല. ഒരു 3 വയസ്സോ 4 വയസ്സോ ആകുമ്പോൾ ചിലപ്പോൾ നീ പറയുന്ന മനസ്സിലാക്കും. അതുവരെ നിനക്ക് നോക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നീ അവളുടെ ആളുകൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പറയും, ഞാനും ഉമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവളെല്ല കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടുകാരായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അവർ ഏറ്റെടുക്കാമെന്നും പറഞ്ഞായിരുന്നു. പിന്നീട് ഇവൾ അത് കൊടുത്തില്ല. എന്ത് കാരണമെന്ന് ഞങ്ങൾക്കറിയില്ല. അവൾ കൊടുക്കാമെന്ന് പറഞ്ഞു, കൊടുക്കാൻ സമ്മതിക്കാറ് കൊടുത്തില്ല. അവളാ കൊടുക്കാത്തത്, അവൾ കൊടുത്തിട്ടില്ല. കൊടുത്തിരുന്ന ഒരു പക്ഷേ കുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടാവുമായിരുന്നു. അഷ്റഫ് ഈ കുട്ടിയെ അടിച്ചതിനോടൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കാരണം ഒരു കുഞ്ഞു കുട്ടിക്ക് 91 മുറിവുകൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും യോജിക്കില്ല. ഞങ്ങൾ കണ്ടിട്ടുമില്ല, ഇത്രയും വലിയ ഉപദ്രവങ്ങളൊക്കെ ചെയ്തു എന്ന് ഇവൻ പറയുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല.